മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് താരകുടുംബങ്ങളാണ് സുരേഷ് ഗോപിയുടെയും ദിലീപിന്റേതും. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും മക്കളെയും എല്ലാം എല്ലാവർക്കും, എല്ലാ സിനിമാ ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ദിലീപ്, കാവ്യ, മീനാക്ഷി, മാമാട്ടിക്കുട്ടി, അങ്ങനെ ആ കുടുംബത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ. അതേസമയം ഈ രണ്ട് കുടുംബത്തിലും തമ്മിൽ ഒരു കല്യാണമുണ്ടായാൽ എങ്ങനെയിരിക്കും? അതുതന്നെയാണിപ്പോൾ കുറേ നാളുകളായി ആരാധകരുടെ ചർച്ചയും. ഇവർ വിവാഹം കഴിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും? ആരാണ് ഈ വിവാഹത്തിലെ വധുവും വരനും എന്നല്ലേ? അത് മീനാക്ഷി ദിലീപും മാധവ് സുരേഷുമാണ്. മാധവിനെ പറ്റിയുള്ള എന്ത് വാർത്ത വന്നാലും അതിന്റെ അറ്റത്ത് മീനാക്ഷി ഉണ്ടാകും. അതുപോലെ തന്നെ മീനാക്ഷിയെ പറ്റിയുള്ള വാർത്തകൾക്ക് പിന്നിലും മാധവിന്റെ ഒരു ചെറിയ പേര് എവിടെയെങ്കിലും ഉണ്ടാകും. മാധവും മീനാക്ഷിയും വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ എത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. സുരേഷ് ഗോപിയുടെ മരുമകളായി മീനാക്ഷിയാണ് എത്താൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് എത്രത്തോളം സത്യമാണ് എന്ന് ഇവരാരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മീനാക്ഷിയും മാധവും തമ്മിൽ വിവാഹിതരാകുന്നു, ഇവർ പ്രണയത്തിലാണ്, കണ്ണുകൾ കൊണ്ട് ഇവർ സംസാരിക്കാറുണ്ട് തുടങ്ങിയ നിരവധി വാർത്തകളാണ് ഇവരെ ചൊല്ലി എത്താറുള്ളതും. ഇതൊക്കെ സത്യമാണോ അല്ലേ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. ഇപ്പോൾ തങ്ങൾ സുഹൃത്തുക്കളാണോ അതോ പ്രണയിക്കുകയാണോ, വിവാഹിതരാകുമോ എന്നെല്ലാം തുറന്നു പറയുകയാണ് മാധവ് സുരേഷ്. അണ്ടർഗ്രാഡ് ചെയ്യാനാണ് പോയത്. ഐ എം എ ബിസിനസ് മാനേജ്മെന്റ് അണ്ടർഗ്രാഡ്. സോ yeah, football, if it happened, it would have been something I'd appreciate. I tried. എനിക്കൊരു പ്ലാന്റർ ഫേഷ്യ ഇഞ്ചുറി ഉണ്ട്. ഇവിടെയും ഇടയ്ക്കുള്ള ഇറ്റ്സ് എ ടെൻഡൻ. ഐ തിങ്ക് ഇറ്റ് കണക്ട്സ് മസിൽ ടു മസിൽ ഓർ ബോൺ ടു ബോൺ. ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയത്തില്ല. ബട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. അത് കാരണം ഐ ഹാഡ് ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് ഡ്രീം. I still watch football whenever I can. I still play football with my friends whenever I can. Okay. It's a big part of my happy side. Yes. Or a part that made Madhav Suresh happy as a child, as an adult. Football's there. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കരിയർ സുരേഷ് ഏട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പല നെഗറ്റീവ് കമന്റ്സ് ഇന്റൻഷ്യലി ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ പെർസ്പെക്റ്റീവ് രീതിയിൽ പല രീതിയിലുള്ള ട്രോൾ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പം ഒരു മകൻ എന്ന നിലയിൽ ആസിഫുൾ എത്ര നടനായാലും ഇപ്പൊ മിനിസ്റ്റർ ആയാലും എല്ലാം ഒരു അച്ഛനാണ്. അപ്പം എങ്ങനെയായിരിക്കും ആ ഇമോഷൻസ് മാധവ് എങ്ങനെയാ ഇങ്ങനെ കാണുമ്പോൾ ട്രോൾസ് വീഡിയോ? ഓഫ് കോഴ്സ് അത് ട്രോൾസ് ആർ ഫൺ. ഞാൻ എന്റെ അച്ഛന്റെ ട്രോൾസ് ഷെയർ ചെയ്യുന്ന ആളാ. ഇൻസ്റ്റഗ്രാമിലായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നിടത്ത് ഷെയർ ചെയ്യുന്ന ആളാ. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, as long as this is healthy, കളിയാക്കുന്നത് ഇസ് ഫൈൻ. കുത്തി ആക്ഷേപിച്ച് ഇല്ലാതാക്കുന്നത് ഇസ് നോട്ട് ഫൈൻ. കളിയാക്കുന്നത് ഇസ് ഫൈൻ. പീപ്പിൾ ഫൈൻഡ് സം സോർട്ട് ഓഫ് എന്റർടൈൻമെന്റ് ഫ്രോം ദിസ്. അപ്പോൾ ഒരു ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിയാക്കി പറയുന്നത് ഇറ്റ്സ് ഫൈൻ. പക്ഷെ അതിനുള്ള കോണ്ടെക്സ്റ്റ് കൊണ്ട് അത് വൾഗറായിട്ട് ചെയ്യലെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മീഡിയ ചാനൽസിനുണ്ട്. പക്ഷെ ഫ്രീ മീഡിയ എന്നുള്ള ഒരു ഫ്രീ മീഡിയ എന്നുള്ള ഒരു മീഡിയ ഫ്രീഡം whatever that is, അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ they just go and portray all kinds of vulgarity. Not every single channel. ഈ മഞ്ഞപത്രം എന്ന് പറയുന്നതിന്റെ മീഡിയ ചാനൽ വേർഷൻ എന്താ? we'll have to find a word for that. അതേപോലത്തെ ചില പ്രത്യേക ചാനലുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതേപോലെ ആൾക്കാരെ വല്ലാത്ത രീതിയിൽ കളിയാക്കാൻ മാത്രമല്ല വൾഗറായിട്ട് പ്രസന്റ് ചെയ്യാനും അതിന്റെ പേരിൽ വ്യൂസ് കിട്ടി അതിൽ കൂടെ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവരും ഉണ്ട്. And at the end of the day, all of these trolls makes me very happy. നമ്മളെ ട്രോൾ ചെയ്തോ അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഇതിനിരയായിട്ടുള്ള എത്ര ആൾക്കാരായിട്ടുണ്ട്. ഇവരെ എല്ലാം ട്രോൾ ചെയ്ത് ഇവരുടെയൊക്കെ വീട്ടിലോട്ട് പൈസ എത്തുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ഫോർ ദം. ബിക്കോസ് ആ പൈസ കൊണ്ട് ഒരു കുടുംബം നന്നായി പോകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിന് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു മോസ്റ്റ് മീഡിയ ചാനൽസ്, ബി എ ലിറ്റിൽ മോർ ഡിഗ്നിഫൈഡ് വിത്ത് ഹൗ യു ഓപ്പറേറ്റ്. ഈ സുരേഷിന് ഇപ്പൊ ആവശ്യമില്ലാത്ത ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ മാധവന്? ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് അല്ലേ ഓരോ കാര്യങ്ങള്. അതൊക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു ദം ടു ഡിസൈഡ് ഹൂ ദേ ലൈക്ക് ഓർ ഹൂ ദേ ഹേറ്റ്. ആൻഡ് അഗൈൻ ഇപ്പൊ അച്ഛൻ ഈ ഹേറ്റ് വന്നു തുടങ്ങിയത് BJP ജോയിൻ ചെയ്തതിന് ശേഷം. ഇറ്റ്സ് പ്രിറ്റി ഓബ്വിയസ്. ഈവൻ ഇഫ് ഐ ഡോണ്ട് സേ ദിസ്, ബോധമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഹേറ്റ് വരുന്നതെന്ന്. അപ്പൊ ആ ഹേറ്റ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാൾ, എൻ്റെ അച്ഛൻ്റെ ലൈഫ് കൊണ്ട് ചെയ്തിട്ടുള്ള എന്താണെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ്. His philanthropical work or സാമൂഹിക സേവനം, അത് അച്ഛൻ അങ്ങനെ പബ്ലിസൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് അതിൽ again there's a lack of dignity in trying to show off what you're doing. അച്ഛൻ വളരെ സൈലന്റ് ആയിട്ട് ഇത്രയും കാലവും ചെയ്ത് അറിയുന്ന ആൾക്കാരുണ്ട് എന്താ ചെയ്തിട്ടുള്ള, ആർക്കൊക്കെ വേണ്ടിയാ ചെയ്തിട്ടുള്ളതെന്ന്. ഒരു പക്ഷഭേദവും ഇല്ലാതെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ BJP എന്നൊരു പാർട്ടി ജോയിൻ ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഓൾമോസ്റ്റ് ഈ വ്യക്തി മാറി.
ഇത് വേറൊരാളായി. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹീസ് ഇപ്പൊ രാജുവേട്ടനെ പറ്റി പറഞ്ഞ പോലെ ആണെങ്കിലും എന്നെ പറ്റി പറഞ്ഞ പോലെ ആണെങ്കിലും ഇതിനൊക്കെ മുന്നേ അത്യാവശ്യം വോക്കലായിട്ടിരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോ ആ വ്യക്തി തന്നെയാണ് ഇപ്പൊ വേറൊരു പാർട്ടിയിലായോണ്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വം ഇപ്പൊ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഹിപ്പോക്രിറ്റിക്കൽ തോട്ട് just shows the standard of the people who are criticizing him. ഇത്രയും ഇതിന്റെ ഒരു 1% പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. Go for it. He'll continue doing his work. MP ആയിരുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ഒരു MP യുടെ പണിയും അതിന് മേളിലുള്ള പണിയും ചെയ്തിട്ടുണ്ട്. ഇന്നൊരു യൂണിയൻ മിനിസ്റ്റർ ആയിട്ട് അതേപോലെ വൃത്തിയായിട്ട് പണി ചെയ്യാൻ നോക്കുന്നുണ്ട്. He will prove his worth with his work. And he doesn't care. ഇങ്ങനെ ഇരുന്ന് പറയുന്നൊന്നും he really doesn't care. I do. കാര്യം എൻ്റെ അച്ഛനെ പറ്റിയാ പറയുന്നത്. My brother does, my sisters do. We react sometimes. ഞാൻ ഈ പറഞ്ഞ പോലെ there's trolls, that's funny. There's vulgarity, that's not funny, that's disrespect. And എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കണോ എന്നുള്ള ഒരു നോർമുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പലരും പറയും എന്തിനായി കമന്റിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പോകുന്നത്. We're also human beings. You give us the basic dignity or basic respect, we'll give it back. We'll give it back tenfold, if anything. അത് തരാനുള്ള മര്യാദ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചും കിട്ടിക്കൊണ്ട് പോവും എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. സോ ഐ എം നോട്ട് സ്റ്റാർട്ടിങ് എ മൂവ്മെന്റ് ഓർ എനിത്തിങ്. ഇഫ് എനിത്തിങ് രാജുവേട്ടനാണ് തുടങ്ങിയിട്ടുള്ളത്. ബാക്കി പലരും ഇതേ ആൾക്കാർ തന്നെ എന്ത് പറയുമെന്ന് പേടിച്ചിരുന്ന സമയത്ത് രാജുവേട്ടൻ വളരെ ധൈര്യത്തോടെ പറഞ്ഞു തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണിത്. I'm very happy to be continuing that. And I'm sure, enne pole, Rajvarne pole, there'll be more people. We will stand up for ourselves. And we'll probably end this culture of disrespect. Madhi, enough with the disrespect. Just be dignified, treat us like humans because we are humans. If a JSK movie release ശേഷം ഒരുപാട് പോസിറ്റീവ് വരും, നെഗറ്റീവ്സ് വരും, എല്ലാം വരും അല്ലെ. നമ്മൾ എത്രത്തോളം നന്നാക്കിയിട്ടുണ്ടെങ്കിലും ഓരോ കാഴ്ചക്കാരുടെ വ്യൂ പോയിന്റ് ഈസ് ഡിഫറെന്റ്. ഇപ്പൊ എനിക്ക് നല്ലതെന്ന് തോന്നിയാൽ ചിലപ്പോൾ മാധവിന് അത് നല്ലതായിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് അത് മാധവ് കൈകാര്യം ചെയ്യുന്നത്? അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ ഒരു കൺഫ്യൂഷൻ വരുമോ? ഞാൻ ആക്ട് ചെയ്തത് ഇനി നന്നാക്കണോ അതോ ഇനി കുറച്ചും കൂടെ ഇൻപുട്ട് ഇടണോ അങ്ങനെയൊക്കെ തോന്നൽ വരാറുണ്ട്. What's done is done. I can't go back and change what's already done. So ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാറില്ല. അതിന്റെ സത്യം എന്താന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും, പക്ഷെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാറില്ല. Because the next step is always higher. You have to get better. If you're not getting better, you probably shouldn't be doing it. ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തന്നെ എന്നെ തന്നെ വിലയിരുത്താനുള്ള ഒരു സ്കോപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഐ നോ എന്നെ ഇപ്പൊ വിലയിരുത്തുന്നത് ഒന്നില്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അച്ഛന്റെ മകനായോണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഇങ്ങനെയൊക്കെ മാത്രമാണുള്ളത്. ഞാനൊന്നൊരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഞാനൊന്നൊരു ആക്ടറിനെ വിലയിരുത്താനുള്ള വർക്ക് ഇതുവരെ വന്നിട്ടില്ല. I'll be very frank with you. The movie that I did that came out, Kummatikali, for most part my performance wasn't that good. The movie as it is wasn't the best. ഇങ്ങനെ പലപ്പോഴും ആരും പോയി അക്നോളജ് ചെയ്യത്തുമില്ല. I don't care. That's the truth. അപ്പോൾ ഞാനെന്നൊരു ആക്ടറിനെ വിലയിരുത്തുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള എക്സാമ്പിൾ അത് മാത്രമാണ്. സോ അതിന്റെ ബേസിൽ കുറെ ട്രോൾസും വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. ബിക്കോസ് ഇത്രയും അച്ചീവ് ചെയ്ത മമ്മൂട്ടി സാർ ആണെങ്കിലും ലാൽ സാർ ആണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും ദിലീപ് അങ്കിൾ, രാജുവേട്ടൻ, DQ ഇവരെ വരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സോറി ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, the list could go on. Okay, all males, but that list could go on. Females, I could keep speaking. ഇവരെ വരെ ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിവുള്ള കുറെ വ്യക്തികളാണ് ഫോണിന്റെ മുന്നിൽ കുത്തിയിരുന്ന് ഓരോ റീൽസ് ഉണ്ടാക്കുന്നത്. യു തിങ്ക് ഐ എം ഇമ്മ്യൂൺ? നോ, ഐ വിൽ ഗെറ്റ് ക്രിട്ടിസൈസ്ഡ്. ദാറ്റ്സ് ഫൈൻ. ഐ നോ വാട്ട് എ സെൻസിബിൾ ക്രിറ്റിസിസം ഇസ്. ആ ക്രിറ്റിസിസത്തിൽ നിന്ന് എനിക്ക് എത്രത്തോളം പഠിച്ച് ഓക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും that guy is making sense, അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, മേ ബി ഐ ക്യാൻ ലേൺ, മേ ബി ഐ ഷുഡ് പുട്ട് മോർ എഫർട്ട് ഇൻ ടു ദിസ് നെക്സ്റ്റ് വർക്കിൽ. ദാറ്റ് ചെയ്യാറുണ്ട് ഞാൻ. I appreciate that. I appreciate that criticism more than a positive comment. And as an actor, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 100ാമത്തെ സിനിമ ചെയ്താലും 101ാമത്തെ സിനിമയിൽ you will get better. You will learn more. Because each character is different. ഈ 100 സിനിമയിൽ ഒരേ ക്യാരക്ടർ ആയിരിക്കില്ല ചെയ്യുന്നത്. പല പല ക്യാരക്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ആ ക്യാരക്ടറിന്റെ ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ് എന്താണെന്നും ഇതെല്ലാം പഠിക്കും. As an actor, there's no limit. But
I'm starting out. I will have my mistakes. Criticism is fine. Vulgarity will be dealt with in the way that it deserves to be dealt with. And I'll keep growing. യെസ്. ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ JSK എടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ ഓൾറെഡി കുറെ സ്ക്രിപ്റ്റ്സ് കേൾക്കുന്നുണ്ടാവും, അപ്പം എന്ത് എലമെന്റ് ആണ് മാധവ് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നത് എന്ത് എലമെന്റ് ആണ്? ഓവറോൾ പൊട്ടൻഷ്യൽ. ആസ് ഇൻ ചിലപ്പോൾ അത് സ്ക്രിപ്റ്റിലായിരിക്കും, ചിലപ്പോൾ അത് പ്രൊഡക്ഷനിലായിരിക്കും, ചിലപ്പോൾ അത് ഡയറക്ടറിന്റെ വിഷനിലായിരിക്കും. ഓരോ സ്ക്രിപ്റ്റും അല്ലെ ഓരോ സിനിമ വരുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡ് ഔട്ട് പോയിന്റ് ഉണ്ട്. ഇനി ആ പോയിന്റ് യൂസ് ചെയ്ത്, ലെറ്റ്സ് സേ നത്തിങ് ഇസ് ഫുൾ ഫ്ലെഡ്ജ് വെൻ ഇറ്റ് കംസ് ടു യു ആസ് എ സ്ക്രിപ്റ്റ്. ആ പോയിന്റ് യൂസ് ചെയ്ത് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഞാനെന്നൊരു ആക്ടറിന് എത്രത്തോളം ജസ്റ്റിസ് ആ ക്യാരക്ടറിനോടും ആ സിനിമയോടും ചെയ്യാൻ പറ്റും.